നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശോഭാ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അടിവെച്ച് അടുക്കുകയാണ്. ഇന്ന് ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ട ശോഭാ സുരേന്ദ്രനോട് BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങിക്കോളൂ എന്ന സൂചനയാണ്, എന്ന സന്ദേശമാണ് കേന്ദ്ര BJP നേതൃത്വം നൽകിയതത്രേ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ BJPയിലുണ്ടായ പൊട്ടലും ചീറ്റലും വിവാദങ്ങളുമെല്ലാം കേന്ദ്ര BJP നേതൃത്വം സശ്രദ്ധം വീക്ഷിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് പെട്ടെന്ന് തന്നെ മാറ്റം വേണമെന്നും BJP നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. കെ സുരേന്ദ്രൻ്റെ പിൻഗാമിയാകാൻ ഏറ്റവും യോജിച്ച ആൾ ആരാണെന്നുള്ള ഒരു സർവേ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ നടത്തിയിരുന്നു. ഏതാണ്ട് 3-4 സർവേകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലെല്ലാം കെ സുരേന്ദ്രൻ്റെ പിൻഗാമിയാകാൻ ഏറ്റവും മികച്ചയാൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്നാണ് വെളിവായതത്രേ. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ, വലിയ തോതിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ആലപ്പുഴയിലടക്കം അവർ മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലും BJPക്ക് വലിയ തോതിൽ ജനപിന്തുണ ഉണ്ടാകുന്നതായി ബോധ്യപ്പെട്ടു. അപ്പോൾ BJPക്ക് സുരേഷ് ഗോപിക്ക് ശേഷം കേരളത്തിൽ BJPക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച മുഖം, ഏറ്റവും നല്ല മുഖം ശോഭാ സുരേന്ദ്രൻ്റേതാണെന്ന് കേന്ദ്ര BJP നേതൃത്വം ഇടപെട്ട് നടത്തിയ സർവേയിൽ മനസ്സിലായത്രേ. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും BJP സംസ്ഥാന അധ്യക്ഷയാകാൻ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഏറ്റവും മികച്ചയാളെന്ന് കേന്ദ്ര BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിക്ക് BJPയിൽ അടുത്ത കാലത്തുണ്ടായ ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്ന നിഗമനത്തിലാണ് കേന്ദ്ര നേതൃത്വം. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾ പാർട്ടി വിടുകയും അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോവുകയും ഒക്കെ ചെയ്തത് കേരളത്തിൽ BJPക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു തിരിച്ചടിയാണ് BJPക്ക് അവിടെ ലഭിച്ചത്. BJPയുടെ കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അവിടെ വേണമെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെച്ചാൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ BJPക്ക് അവിടെ ജയിക്കാമെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത്. എന്നാൽ സുരേഷ് ഗോപിയുടെ ആവശ്യം തള്ളിക്കൊണ്ടാണ് C കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയായി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചത്. ആ തീരുമാനം കേന്ദ്ര നേതൃത്വം അപ്പോൾ അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷമുണ്ടായ ചർച്ചകളിലും സർവേ റിപ്പോർട്ടുകളിലും RSS നേതൃത്വത്തിൻ്റെ നിർണായ ഇടപെടലുകളിലും ഒരു കാര്യം കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായി: BJPയുടെ സംസ്ഥാന കമ്മിറ്റി അഴിച്ചു പണിതേ മതിയാവും. കേരളത്തിലെ BJPക്ക് ഇനി ഒരു പുതിയ മുഖത്തിൻ്റെ ആവശ്യമുണ്ട്. അതൊരു വനിതയായാൽ, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ഫയർ ബ്രാൻഡ് വനിതയായാൽ BJPക്ക് ഉണ്ടാവുന്ന രാഷ്ട്രീയ നേട്ടം കനത്തതായിരിക്കുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നയിക്കുകയും അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്താൽ BJPക്ക് കേരളത്തിൽ വലിയ രാഷ്ട്രീയ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത്. 2026 തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ BJP നേതൃത്വം ഏറെക്കുറെ ആരംഭിച്ചു കഴിഞ്ഞു. 14 ജില്ലകളെ ഏതാണ്ട് 30ഓളം ജില്ലകളായി വിഭജിച്ചുകൊണ്ട് വളരെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് RSS നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടലുകളും നിരീക്ഷണങ്ങളും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളുമുണ്ട്. ഇതെല്ലാം മുൻനിർത്തി ഒരു പുതിയ കമ്മിറ്റിയുമായി, പുതിയ നേതൃത്വവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുക, അങ്ങനെ 2026 തെരഞ്ഞെടുപ്പിൽ LDFനും UDFനും ഒരുപോലെ ഭീഷണിയാവുക എന്ന ഒരു രാഷ്ട്രീയ ദൗത്യമാണ്, അല്ലെങ്കിൽ എന്ന ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിയാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് BJP കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ആ രാഷ്ട്രീയ തന്ത്രം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ശോഭാ സുരേന്ദ്രനെ BJP സംസ്ഥാന അധ്യക്ഷയാക്കണമെന്നുള്ള തീരുമാനത്തിൽ BJP കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ സംസ്ഥാനത്തെ BJPയിൽ നിരവധി എതിരഭിപ്രായങ്ങളും പടലപ്പിണക്കങ്ങളും ഉണ്ട്. അവർക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ശോഭാ സുരേന്ദ്രന് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാനും BJPയുടെ ആശയങ്ങളും
പരിപാടികളും ഉയർത്തിപ്പിടിക്കുവാനും ഉള്ള ഒരു പ്രത്യേക കഴിവിനെ, വൈദഗ്ധ്യത്തെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഓണത്തിന് മുമ്പെങ്കിലും BJP-യിൽ സമ്പൂർണ്ണമായ അഴിച്ചുപണി ഉണ്ടാകുമെന്നും അതോടെ ശോഭാ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷയാകുമെന്നാണ് ഏറെക്കുറെ BJP നേതാക്കളെല്ലാം പറയുന്നത്. കാരണം അമിത്ഷായെ കാണുകയും അമിത്ഷായുമായി സംസാരിക്കാൻ അവസരം കിട്ടുകയും ആ ഇൻ്ററാക്ഷനിൽ താൻ വളരെ സംതൃപ്തയാണെന്നും അമിത്ഷായുമായിട്ടുള്ള ആ ഒരു ആശയവിനിമയം തനിക്ക് അത് വളരെയേറെ ഗുണം ചെയ്തെന്നുമൊക്കെ അവർ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. കാരണം സർദാർ പട്ടേലിന് ശേഷം ഏറ്റവും പ്രഗത്ഭനായ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ താൻ ഇത് നേരിട്ട് കണ്ട് സന്ദർശിച്ചു എന്നൊക്കെ അവർ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. അപ്പോൾ വളരെ ശുഭാപ്തി വിശ്വാസമാണ് ശോഭാ സുരേന്ദ്രനും ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും കെ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലായിരിക്കും BJP മുന്നോട്ട് നീങ്ങുന്നത്. ശോഭാ സുരേന്ദ്രനായിരിക്കും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2026 തിരഞ്ഞെടുപ്പിൽ BJPയുടെ കേരളത്തിലെ മുഖം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുമെങ്കിലും ശോഭാ സുരേന്ദ്രൻ തന്നെയാവും BJPയുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കും ചുക്കാൻ പിടിക്കുക, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു. അവർ തന്നെയായിരിക്കും മിക്കവാറും തന്നെ ഏതാണ്ട് 99% അവർ തന്നെയായിരിക്കും അടുത്ത സംസ്ഥാന BJP അധ്യക്ഷ എന്നും കേന്ദ്ര നേതൃത്വം ഉറച്ച ചില സൂചനകൾ നൽകുന്നു.